ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ട്രാൻസ് മെംബ്രെയിൻ ട്രാൻസ്പോർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പെർമെബിലിറ്റി, എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്, പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫങ്ഷൻസ് എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസ് മെംബ്രെയിൻ ട്രാൻസ്പോർട്ടാണ്. ട്രാൻസ് മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലിവിങ് സെൽസ് എല്ലാം എന്താണ് ഓപ്പൺ സ്റ്റഡി സ്റ്റേറ്റ് സിസ്റ്റംസ് ആണ്. They constantly engage in the exchange of energy and matter between them and their external environment. അവരെന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും ആ സെല്ലിന് ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസ് ഇൻടേക്ക് ചെയ്യുകയും അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ് പുറന്തള്ളേണ്ട സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദിസ് ടേക്സ് പ്ലേസ് ത്രൂ ദർ പ്ലാസ്മ. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ വഴിയാണ്. വിച്ച് പെർമിറ്റ് എ സെലക്റ്റീവ് മോളിക്കുലർ ട്രാഫിക് അക്രോസ് ഇറ്റ്. അതാണ് സെലക്റ്റീവായിട്ട് മോളിക്യൂൾസിനെയൊക്കെ ഉള്ളിലേക്ക് കടത്തി വിടുന്നതും പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്നതും. Okay, this transmembrane transport of substance is never a random, non-directional and unregulated process. ഒരിക്കലും ഇതൊരു റാൻഡം ആയിട്ടോ അല്ലെങ്കിൽ നോൺ ഡയറക്ഷണലായിട്ടോ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. എല്ലാത്തിനും എന്തുണ്ട്, ഒരു നീഡ് ബേസ്ഡ് ആണ്. ഓക്കെ, ഡയറക്ഷനിലുണ്ട്, മെറ്റിക്കുലസ്ലി റെഗുലേറ്റഡ് ആണിത്. ഓക്കെ, ദ മോളിക്യൂൾസ് നീഡഡ് ബൈ ദ സെൽ ആർ അലൗഡ് ടു എൻറ്റർ ദി സെൽ. അതായത് ആ മോളിക്യൂൾസ് ആ സെല്ലിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ സെല്ല് ഉള്ളിലേക്ക് കടത്തിവിടുന്നുള്ളൂ. ആൻഡ് ദ മെറ്റബോളിക് വേസ്റ്റ് ആൻഡ് അതർ അൺവാണ്ടഡ് സബ്സ്റ്റൻസസ് ആർ എക്സ്പെൽഡ് ഫ്രം ഇറ്റ്. ഓക്കെ, ആ സെല്ലിന് ആവശ്യമില്ലാത്തത് മാത്രമേ അതേപോലെ തന്നെ സെൽസ് എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പെൽഡ് ഔട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ലിപ്പിഡ് സോളബിൾ സബ്സ്റ്റൻസസ് ക്യാൻ ഫ്രീലി ഡിഫ്യൂസ് അക്രോസ് ദ മെംബ്രെയിൻ. ലിപ്പിഡ് സോളബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് മെംബ്രെയിനിലൂടെ ഡിഫ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് ദർ ആർ സ്പെഷ്യൽ ട്രാൻസ്പോർട്ട് മെക്കാനിസം ഫോർ ലിപ്പിഡ് ഇൻസോളബിൾ അയേൺ ആൻഡ് മോളിക്യൂൾസ്. പക്ഷേ ഇതിന് സ്പെഷ്യൽ ട്രാൻസ്പോർട്ട് മെക്കാനിസം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അൺസോളബിൾ ആയിട്ട് അല്ലെങ്കിൽ ലിപ്പിഡ് ഇൻസോളബിൾ അയേൺസും മോളിക്യൂൾസും സെല്ലിന് ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ ഇതിന് എന്തുണ്ട്, സ്പെഷ്യൽ ട്രാൻസ്പോർട്ട് മെക്കാനിസം ഉണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ലാർജ് മോളിക്യൂൾസ് ആൻഡ് പാർട്ടിക്കിൾസ് ക്യാൻ ബി ഇൻജസ്റ്റഡ് ബൈ ദ സെൽ ബൈ എൻഡോസൈറ്റോസിസ്. ലാർജ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് സെല്ല് ഇൻജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എൻഡോസൈറ്റോസിസ്, ഉള്ളിലേക്കല്ലേ എടുക്കുന്നത്. അപ്പോൾ എൻഡോസൈറ്റോസിസ് എന്ന പ്രോസസ്സ് വഴിയാണ്. ദ സബ്സ്റ്റൻസസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദി സെൽ ഇൻക്ലൂഡ്. ഏതൊക്കെ സബ്സ്റ്റൻസസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സെല്ല്? വാട്ടർ, ഷുഗേഴ്സ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, സ്റ്റീറോയിഡ്സ്, ഇനോർഗാനിക് അയോൺസ്, ഇതൊക്കെയാണ്. ദ ലിപ്പിഡ് ബൈലെയർ. ബൈലെയർ എന്ന് പറയാൻ കാരണം എന്താണ്, ഡബിൾ ലെയേർഡ് ആണ്. അതായത് 2 ലെയേർഡ് ആയിട്ടുള്ള ലിപ്പിഡ് ബൈലെയർ സ്ട്രക്ചറാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു മോസ്റ്റ് പോളാർ മോളിക്യൂൾസ്. ചില പോളാർ മോളിക്യൂൾസിൽ ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല ലിപ്പിഡ് ബൈലെയർ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ദിസ് ഈസ് അഡ്വാൻറ്റേജസ് ഇൻ ദാറ്റ് ഇറ്റ് പ്രിവെൻറ്റ് the escape of water soluble substances from cells. Okay, at the same time the cell require a large number of polar molecules from outside. To meet this requirement of plasma membrane is endowed with a mechanism for the vectorial transport of ions, polar molecules and large molecules into the cell, and also for the elimination of metabolic waste from the cell. ചില പോളാർ മോളിക്യൂൾസിന് സെൽ എന്ത് ചെയ്യുന്നില്ല, ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. പക്ഷേ അറ്റ് സെയിം ടൈം സെല്ലിന് അത് ആവശ്യമുണ്ടാവും, ചില പോളാർ മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ ആ റിക്വയർമെൻറ്റ് കണക്കിലെടുത്തുകൊണ്ട് ഈ പ്ലാസ്മ മെംബ്രെയിൻ ചില മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. വെക്ടോറിയൽ ട്രാൻസ്പോർട്ട് ഓഫ് അയേൺസിന്, ഉള്ളിലേക്ക് ആവശ്യമുള്ള സബ്സ്റ്റൻസിന് മാത്രം കടത്തിവിടുന്ന രീതിയിൽ, അല്ലെങ്കിൽ പോളാർ മോളിക്യൂൾസിന് അല്ലെങ്കിൽ ലാർജ് മോളിക്യൂൾസിന് സെല്ലിന് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ചില എന്തുണ്ട്, മെക്കാനിസം ഉണ്ട്. അതൊന്ന് നോക്ക്. ആ ഒരു മെക്കാനിസത്തിന് പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. അതായത് ഈ ഒരു മെക്കാനിസത്തിന് സഹായിക്കുന്ന പ്രോട്ടീൻസുകൾ ഏതൊക്കെയാണ്, സെൽ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസുകളാണത്. ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ സം സെൽ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസസ് എന്ന് നോക്കാം. മെംബ്രെയിൻ ട്രാൻസ്പോർട്ടിൻ്റെ സിഗ്നിഫിക്കൻസസ്. ഇറ്റ് റെഗുലേറ്റ് സെൽ വോളിയം. സെൽ വോളിയം എപ്പോഴും റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്.
ഇൻട്രാസെല്ലുലാർ സെല്ലിൻ്റെ ഉള്ളിലുള്ള അയോണിക് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോമ്പോസിഷനോ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിറ്റർമിൻ ദ ഫങ്ഷണൽ പ്രോപ്പർട്ടി ഓഫ് സെൽസ്. ദ ഇനാബിൾ ദ ഇൻടേക്ക് ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസ്. ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ന്യൂട്രിയൻസ് മാത്രമല്ല, ഫ്യൂവൽ മോളിക്യൂൾസ്, സിന്തറ്റിക് റോ മെറ്റീരിയൽസ് ആൻഡ് എലിമിനേഷൻ ഓഫ് മെറ്റബോളിക് വേസ്റ്റ് ആൻഡ് ടോക്സിക് സബ്സ്റ്റൻസസ്. ജനറേറ്റ് അയോണിക് ഗ്രേഡിയൻറ്റ് ആൻഡ് ഇറ്റ്സ് ഫോർ എക്സൈറ്റേഷൻ ഓഫ് നെർവ്സ് ആൻഡ് മസിൽസ്. ഇപ്പോൾ ന്യൂറോണിൻ്റെ കേസ് അല്ലെങ്കിൽ നെർവ് അല്ലെങ്കിൽ മസിൽ ഫൈബറിൻ്റെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ അയോണിക് ഗ്രേഡിയൻറ്റ് ജനറേറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? എക്സൈറ്റേഷൻ നടക്കുള്ളൂ. പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് സെൽ ഓർഗൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. നോർമൽ ഇൻട്രാസെല്ലുലാർ pH, അതായത് സെല്ലിനുള്ളിലുള്ള pH മെയിൻറ്റെയിൻ ചെയ്യുന്ന നോർമലൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. This brings about the transmembrane transport of lipophilic molecules. It promotes intercellular molecular traffic. Then എന്തൊക്കെ മെക്കാനിസമാണ് ട്രാൻസ്മെംബ്രെയിൻ ട്രാൻസ്പോർട്ടിലുള്ളതെന്ന് നമുക്ക് നോക്കാം. There are 4 major mechanisms. First one is passive transport. It is selective. And then active transport. It also selective. Gradient mediated transport എന്താണ്? സെലക്റ്റീവ് ആണ്. പക്ഷേ നോൺ സെലക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടാണ് വെസിക്കുലർ ട്രാൻസ്പോർട്ട്. ഈ സെലക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ചില മോളിക്യൂൾസ് മെംബ്രെയിനിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈസി ആയിട്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്യുന്നുണ്ട്. Some others very slowly, and still others do not cross the membrane at all. Passive and active mechanism operates more or less simultaneously in an integrated manner. Okay. അപ്പോൾ ഇതിൽ മെക്കാനിസം പറയാം. ഡിഫറെൻറ്റ് മെക്കാനിസം ഓഫ് മെംബ്രെയിൻ ട്രാൻസ്പോർട്ട്. അതിൽ പാസീവ് ട്രാൻസ്പോർട്ട് 2 ടൈപ്പ് ഉണ്ട്. ഓസ്മോസിസും സിമ്പിൾ ഡിഫ്യൂഷനും. 3 ടൈപ്പ് ഉണ്ട്. ഓസ്മോസിസ്, സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. Active transport, then gradient mediated transport and final vesicular transport. ഇനി പാസീവ് ട്രാൻസ്പോർട്ടിൽ ഓസ്മോസിസും സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ അല്ലെങ്കിൽ എനർജി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡൗൺ ഹിൽ ഫ്ലോ ഓഫ് മോളിക്യൂൾസ് ത്രൂ ലിപ്പിഡ് ബൈലർ ഇൻ എ കോൺസെൻട്രേഷൻ ഓർ ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയൻറ്റ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എനർജി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതിനൊരു ചാനൽ അല്ലെങ്കിൽ കാരിയർ ആവശ്യമാണ് ഈ മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ എൻ ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയൻറ്റ് അക്രോസ് ലിപ്പിഡ് ബൈലെയർ. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനർജി ആവശ്യമാണ്, കരിയർ വേണം, കരിയർ മീഡിയേറ്റഡ് ട്രാൻസ്പോർട്ടാണ്. ദെൻ ഇറ്റ് ഈസ് ഓൾവേസ് കപ്പിൾഡ് വിത്ത് ATP ഹൈഡ്രോളിസിസ്. ഗ്രേഡിയൻറ്റ് മീഡിയേറ്റഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയൻറ്റ് കമ്പൈൻസ് ദ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആൻഡ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ടു ഇൻക്രീസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ദി ട്രാൻസ്പോർട്ട് ഓഫ് അയേൺസ് അക്രോസ് ദി മെംബ്രെയിൻ. വെസിക്കുലർ ട്രാൻസ്പോർട്ടോ ബൾക്ക് എമൗണ്ട് ഓഫ് മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഇതാണ് എൻഡോസൈറ്റോസിസ് ഉണ്ട്, എക്സോസൈറ്റോസിസ്. സെല്ലിൻ്റെ ഉള്ളിലേക്ക് സെല്ലിൻ്റെ പുറത്തേക്ക് പോകുന്നതിന് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നമ്മളിന്ന് പറഞ്ഞത് പാസീവ് ട്രാൻസ്പോർട്ടാണ്. അതിൽ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫ്യൂഷൻ ട്രാൻസ്പോർട്ട് എന്നും കൂടി പറയാം. സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നൊരു ട്രാൻസ്പോർട്ടാണ്, എനർജി ഇൻഡിപെൻഡൻ്റ് ആണ്, ഡൗൺ ഹിൽ ഫ്ലോ ഓഫ് സബ്സ്റ്റൻസസ് ആണ് നടക്കുന്നത്. ഓക്കെ, ദെൻ ഇതിനൊരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയൻറ്റ് പ്രൊട്ടക്ഷൻ ഗ്രേഡിയൻ്റ് ആവശ്യമാണ്. ഇത് നടക്കാൻ, ഈ ഒരു ട്രാൻസ്പോർട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? കെമിക്കൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫേവറബിൾ ഗ്രേഡിയൻറ്റ് ഇൻ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ. സോ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് സെല്ലുലാർ എനർജി. ഓസ്മോട്ടിക് ഫോഴ്സസിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഇത് നടക്കുന്നത്. 3 ഡ്രൈവിംഗ് ഫോഴ്സസ് ആണ് ഈ ഒരു ട്രാൻസ്പോർട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്, ഫോഴ്സ് ഓഫ് സോൾവെൻറ്റ്, ഡ്രാഗ്. ഇനി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഓസ്മോട്ടിക് ആൻഡ് അയോണിക് കോൺസെൻട്രേഷൻ, അതായത് മെംബ്രെയിൻ്റെ പുറത്തു 2 സൈഡിലുള്ള അയോണിക് കോൺസെൻട്രേഷനാണ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് ആൻഡ് അയോണിക് കോൺസെൻട്രേഷനാണ് ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതാണ് യൂണിവേഴ്സലായിട്ട് സെൽസിനുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, എല്ലാ ടൈപ്പ് സെൽസിലും ഉള്ള ഒരു ഫീച്ചർ. ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസ് വിൽ ഹാവ് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി. എവിടെയാണ് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത് അവിടെ ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ആയിരിക്കും. ഇറ്റ് ഹാസ് മോർ ഓഫ് മൂവിങ് പാർട്ടിക്കിൾസ് വിത്ത് മാസ് ആൻഡ് എനർജി. ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്?
by a differential distribution of ions inside and outside the cells. ഇത് എപ്പോഴും കാണുന്നത് ഏതിലാണ്? എക്സൈറ്റബിൾ മെംബ്രെയിൻ ഓഫ് മസിൽസ് ആൻഡ് നെർവ്സ്. എന്താണ് എക്സൈറ്റബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു പ്ലാസ്മ മെംബ്രെയിൻ ദാറ്റ് ക്യാൻ ഹോൾഡ് എ ചാർജ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഇലക്ട്രിക് സിഗ്നൽസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള മെംബ്രെയിനെയാണ് നമ്മൾ എക്സൈറ്റബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഫോഴ്സ് ഓഫ് സോൾവെൻറ്റ് ഡ്രാഗ് ഓപ്പറേറ്റ് ചെയ്യുന്നത് when a solution flows through the pores of the membrane. മെംബ്രെയിനിൽ നിറയെ പോഴ്സ് ഉണ്ടാകും. ആ ഒരു പോഴ്സിനുള്ളിലേക്ക് ഈ ഒരു സൊല്യൂഷൻ ഫ്ലോ ചെയ്യുന്ന ആ ഒരു ശക്തി ഉണ്ടാവില്ലേ, അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഫോഴ്സ് ഓഫ് സോൾവെൻറ്റ് ഡ്രാഗ് ഉണ്ടാവുന്നത്. ഇൻ പാസീവ് ട്രാൻസ്പോർട്ടിൽ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡൗൺ ഹിൽ മൂവ്മെൻറ്റ് ആണ് നടക്കുന്നത്. മൂവ്മെൻറ്റിലാണ് ഈ മോളിക്യൂൾസ് ഫ്ലോ ചെയ്യുന്നത്. പാസീവ് ട്രാൻസ്പോർട്ടിൽ 3 മെയിൻ പ്രോസസ്സാണുള്ളത്. ഒന്ന് ഓസ്മോസിസ്, സെക്കൻഡ് വൺ ഇസ് പാസീവ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഓർ കരിയർ ഫ്രീ ഡിഫ്യൂഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓർ കരിയർ മീഡിയേറ്റഡ് ഡിഫ്യൂഷൻ. അതിൽ നമ്മൾ ഓസ്മോസിസ് ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇറ്റ് ഇസ് ദ നെറ്റ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ആൻഡ് അതർ സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം ലെസ് കോൺസെൻട്രേറ്റഡ്, ദാറ്റ് മീൻസ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ടു ഹൈ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ദാറ്റ് ഈസ് ഹൈപ്പർട്ടോണിക്. അതായത് വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഏതെങ്കിലും സോൾവെൻറ്റ് മോളിക്യൂൾസ് ഹൈപ്പോട്ടോണിക് അല്ലെങ്കിൽ കുറവ് കോൺസെൻട്രേറ്റിൽ നിന്ന് കൂടുതൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ വഴി മൂവ് ചെയ്യുകയാണെങ്കിൽ ത്രൂ എ സെമി പെർമിബിൾ മെംബ്രെയിൻ, അതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇത് നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആവശ്യമാണ്. in order to equalize the concentration of the two solutions. The osmotic flow of water occurs in response to a gradient of chemical potential. It can accomplish the work. ലിവിങ് സെൽസിൽ വാട്ടറാണ് സോൾവെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബട്ട് പ്ലാസ്മ മെംബ്രെയിൻ ഒരിക്കലും എന്താണ്? ഒരു ട്രൂലി സെമി പെർമിബിൾ മെംബ്രെയിൻ അല്ല. സിൻസ് ഇറ്റ് പെർമിറ്റ് ദ സെലക്റ്റീവ് പാസേജ് ഓഫ് ബോത്ത് സോൾവെൻറ്റ് ആൻഡ് സൊല്യൂട്ട് മോളിക്യൂൾസ് ത്രൂ ഇറ്റ്. ഓക്കെ, ഇനി എന്താ ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ? ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ മെംബ്രെയിൻ ദാറ്റ് ലൈൻസ് ദ വാക്യൂൾ. ഇറ്റ് ഈസ് സെമി പെർമിയബിൾ ആണ് പ്ലാന്റ് സെല്ലിലെ ടോണോപ്ലാസ്റ്റ്. ഓസ്മോട്ടിക് ഇൻഫ്ലോ ഓഫ് വാട്ടർ ഇൻ ടു ദി സെൽ കോൾഡ്, അതായത് വാട്ടർ ഒരു ഉള്ളിലേക്ക് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണെങ്കിൽ അതിന് എൻഡോസ്മോസിസ് എന്നും, പുറത്തേക്കാണെങ്കിൽ ഫ്ലോ ചെയ്യുന്നതിനെ എക്സോസ്മോസിസ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് പ്രോസസ്സും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഗ്രേഡിയൻറ്റിലാണ്. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ടോണിസിറ്റി ബിറ്റ്വീൻ ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഈ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ that draws water into a more concentrated solution from a less concentrated one. ഈ ടോണിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആ സൊല്യൂഷൻ്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷനെയാണ് എന്ന് പറയുന്നത്. അത്രത്തോളം സൊല്യൂട്ട് ഉണ്ട്, അതിൻ്റെ കോൺസെൻട്രേഷനെയാണ് ടോണിസിറ്റി എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്താണ്? ഈസ് ഓൾവേസ് occurs from lower to higher tonicity or osmotic potential. So endosmosis occurs when the extracellular fluid is high. എപ്പോഴും എൻഡോസ്മോസിസ് നടക്കുന്ന എന്താണ്? എക്സ്ട്രാ സെല്ലിന് പുറത്തുള്ള ഫ്ലൂയിഡ്, സെല്ലുലാർ ഫ്ലൂയിഡിൽ എപ്പോഴും കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ആൻഡ് ദ ഇൻട്രാ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിൽ എപ്പോഴും എന്താണ്? ഹൈപ്പർട്ടോണിക്, കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഈസ് ഹൈപ്പോട്ടോണിക്. ഓക്കെ, ദെൻ വെൻ ദേ ആർ ഐസോട്ടോണിക്, അതായത് ഈക്വൽ ആണെങ്കിൽ ടു ഈച്ച് അതർ, അവിടെ എന്ത് നടക്കില്ല? നെറ്റ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ നടക്കില്ല. നോ നെറ്റ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഒക്കേഴ്സ് ബിറ്റ്വീൻ ദം. ഇനി സെല്ല് എപ്പോഴും ഒരു എന്തായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഓസ്മോട്ടിക് ഡിവൈസ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സിൻസ് ദേ കണ്ടെയ്ൻ സൊല്യൂഷൻസ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് അതർ മോളിക്യൂൾസ്. പ്ലാസ്മ മെംബ്രെയിൻ ഇസ് ഇംപെർമിയബിൾ ടു ദീസ് മോളിക്യൂൾസ് ബട്ട് ഫ്രീലി പെർമിയബിൾ ടു വാട്ടർ. വാട്ടറിന് മാത്രമാണ് പെർമിയബിലിറ്റി പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളത്. സോ these molecules remain locked inside the cell. എപ്പോഴും ഇത് ലോക്ക് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. This result in an osmotic potential which serve as a driving force constantly operating in living cell. ഈ ഫോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നതിനാണ് ഈ അക്കംപ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ട്, ലൈഫ് ആക്ടിവിറ്റീൻ്റെ അക്കംപ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി റൂട്ട് ഹെയർ സെൽസ് ഓഫ് ലാൻഡ് പ്ലാന്റ്സ്, അവർ വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഓസ്മോസിസ് വഴി സോയിൽ നിന്ന്. ദിസ് ഈസ് പോസിബിൾ ബിക്കോസ് സോയിൽ സൊല്യൂഷൻ എപ്പോഴും എന്താണ്? ലോ കോൺസെൻട്രേഷൻ, ലെസ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, ഹൈപ്പോട്ടോണിക് ആയിരിക്കും. ആൻഡ് ദ വാക്യൂൾ സാപ്പ് ഓഫ് റൂട്ട് ഹെയർസ് എപ്പോഴും ഹൈപ്പോട്ടോണിക്കും ആയിരിക്കും.
അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഓസ്മോസിസ് നടക്കുന്നത്. റൂട്ട് ഹെയർസിൽ എന്തുണ്ടാവും? പ്രോട്ടീൻ സൊല്യൂഷൻ ഉണ്ടാവും. Then they are surrounded by almost pure water. This causes the net movement of water into root hairs by endosmosis. In plant, osmosis significant in the absorption of soil water, and in animal it is important in the intestinal and renal reabsorption of water. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓസ്മോസിസ്.